ഗായ്സ്, ഇന്ന് നമ്മൾ രാത്രി ഖത്തർ സ്ട്രീറ്റുകളുടെ വേസ്റ്റ് കളയാൻ നടക്കുകയാണ്. വേസ്റ്റും കൂടെ ഒരു കടയിൽ നമുക്ക് കയറണം. ഗിഫ്റ്റ് റാപ്പ് ചെയ്യാനുള്ള ഒരു പേപ്പർ വാങ്ങാനുണ്ട്. അത് ഉദ്ദേശിച്ച് പോണേ കേട്ടോ. വേസ്റ്റ് ഇടുന്ന സ്ഥലത്ത് ഫുള്ള് പൂച്ചകളാണ് കേട്ടോ. ചിലതിനൊന്നും കാണൂല രാത്രി ആയതുകൊണ്ട്. പിന്നെ നമ്മൾ വേസ്റ്റൊക്കെ അവിടെ ഇട്ടിട്ട് നിറഞ്ഞു കിടക്കുകയാണ്. വേസ്റ്റ് ഇട്ടിട്ട് പയ്യെ നടക്കുകയാണ്. കുറച്ച് ദൂരം നടന്നാൽ മതി. അവിടെ ചായക്കടയുണ്ട്, പിന്നെ ഒരു കടയുണ്ട്. നമ്മൾ എങ്ങോട്ടാ പോണേ? നമ്മൾ ഫാൽക്കണിലോട്ടാണ് പോകുന്നത്. ഫാൽക്കണിൽ നിന്ന് ഒരു ചെറിയ സൂപ്പർ മാർക്കറ്റാണ് ഫാൽക്കൺ കേട്ടോ. പിന്നെ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ എന്തെങ്കിലുമൊക്കെ തിന്നാനും കാണാനും ഒക്കെ തോന്നും. കാര്യം തൊട്ടപ്പുറത്ത് വേറെ ഒരു ചെറിയ ഷോപ്പ് ഉണ്ടല്ലോ. എന്ത് ഷോപ്പ്? ചായക്കട. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ആകെ ചായ മാത്രമേ കുടിക്കാൻ ഇന്ന് അലൗഡ് ഉള്ളൂ. അതെന്താ? നമ്മുടെ വീട്ടിൽ കറിയും ഫുഡും എല്ലാം ഉണ്ട്. വേസ്റ്റ് ആയിപ്പോകും. നമ്മളങ്ങനെ ഫുഡ് വേസ്റ്റ് ചെയ്തുകൂടാ. ഇല്ല, ഒരിക്കലും ഇല്ല. നേരെ നോക്കിയില്ലെങ്കിൽ വണ്ടി ഇടിക്കും. വണ്ടി ഇടിച്ചിട്ട് പോകുന്നതായിരിക്കും. അതേതോ മാന്യനായിട്ടുള്ളൊരു മനുഷ്യനാണ് തോന്നുന്നത്. പുള്ളി നമ്മളെ കണ്ടത് നിർത്തി. ഇതാണ് മാന്യൻ. നമുക്ക് ഓഫുള്ള ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ നടക്കാൻ വരാറുണ്ട് കേട്ടോ. ചെറിയൊരു വാക്കുവാക്കും ചായയൊക്കെ കുടിക്കാൻ നല്ലൊരു വൈബല്ലേ രാത്രികളിൽ. രാത്രി എന്ന് വെച്ചാൽ ഒരുപാട് രാത്രിയല്ല, ഒരു 7:30-7 മണി ആ ഒരു സമയമാണ് കേട്ടോ ഇത്. പിന്നെ നല്ല തണുപ്പാണ്. ഇപ്പോൾ കുറച്ചായിട്ട് ഞങ്ങൾ വരാറില്ല, നല്ല തണുപ്പായതുകൊണ്ട്. അതുകൊണ്ടാണ് സെക്ടറൊക്കെ ഇട്ട് നടക്കുന്നത് കേട്ടോ. നമ്മൾ പോകുന്നത് അൽ അറബിക് സ്പോർട്സ് ക്ലബിൻ്റെ അടുത്തുള്ള ഒരു ചായക്കടയിലും ഒരു ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അവിടെയാണ് കേട്ടോ പോകുന്നത്. അത് എത്താറായ നേരെ കാണുന്ന ബിൽഡിംഗ് ആണ്. നിറയെ വണ്ടികളും തിരക്കുകളൊക്കെയാണ് കേട്ടോ. കാരണം അവിടെ ആ ഷോപ്പുണ്ട്. പിന്നെ അടുത്ത് തന്നെ ഒരു ജിമ്മുണ്ട് കേട്ടോ. ജിമ്മിൽ പോകുന്ന ആൾക്കാരൊക്കെ നിറയെ കാണാം. പിന്നെ ജോഗിങ്ങിന് പോകുന്ന ആൾക്കാർ. അവിടെ ഒരു പാർക്കുണ്ട് ചെറുത്, അവിടെയൊക്കെ നടക്കാൻ വരുന്ന ആൾക്കാർ. പിന്നെ ചായ കുടിക്കാൻ വരുന്നവർ. കുറേ മല്ലൂസ് ഉണ്ട് കേട്ടോ. ഫുൾ ഇന്ത്യൻസാണ് അവിടെ ഫുള്ള് കാണാൻ പറ്റും കേട്ടോ നമുക്ക്. ഇതാണ് കേട്ടോ അൽ അറബിക് സ്റ്റേഡിയം. ഇതിൻ്റെ നേരെ പോകുമ്പോഴാണ് നേരെ കാണുന്നത് ജിമ്മാണ്. ഇത് ജിമ്മാണ്. അടുത്ത കടയാണ് ടീറ്റൻ്റെ. അവിടെയാണ് നമ്മൾ ചായ കുടിക്കാൻ പോകുന്നത്. അവിടെയുള്ള ആൾക്കാർ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോയപ്പോൾ ഞങ്ങളോട് വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞായിരുന്നു. ഇവിടെ ഒരു ആൾ പറഞ്ഞുണ്ട്, ഇതിവിടെ സ്ഥിരം കാഴ്ചയാണ് ഈ പൂച്ചാണ്ടി. ഈ ടീറ്റൻ്റെ കാരോട് നമ്മൾ കൂട്ടില്ല, നമ്മളോട് വീഡിയോ എടുക്കരുത്, നമ്മൾ അങ്ങോട്ട് നോക്കില്ല കാഴ്ച. ആണ് നേരെ പോകുന്നത്. ഇതാണ് നമ്മുടെ ഫാൽക്കൺ. പെട്ടെന്ന് എന്തെങ്കിലും വാങ്ങണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇവിടെയാണ് വരാറ്. നമുക്ക് വണ്ടിക്കൂലി മുടക്കാണ്ട് വന്ന് വാങ്ങിയിട്ട് പോകാം. നമുക്ക് നടക്കാൻ പറ്റുന്ന ദൂരമേ ഉള്ളൂ. കൂടെ നമുക്ക് ചായ കുടിക്കാം, വേസ്റ്റ് കളയാം എന്നൊക്കെ വിചാരിച്ച് വന്നതാണ്. പിന്നെ നമ്മൾ വന്ന് മേടിക്കേണ്ട ഒരു സാധനം ആയതുകൊണ്ട് വന്നതാണ് നമ്മളിന്ന് കേട്ടോ. പിന്നെ ഇവർ വേണമെങ്കിൽ ഓൺലൈനിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇവരുടെ അടുത്ത് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഇവർ കൊണ്ടുതരും. ഏത് സാധനമാണെന്ന് ഇവർ ഫോട്ടോയൊക്കെ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ സെയിം സാധനം തന്നെ കൊണ്ടുതരും കേട്ടോ. ഇതാണ് നമ്മൾ വാങ്ങാൻ വന്നത് കേട്ടോ. എടാ ഇത് ഒരെണ്ണം മതിയോ? കാണിച്ചേ. ഈ റെഡ് വേണോ? ഇതാണോ ഭംഗി? ഇതല്ലേ നല്ലത്? ഇതല്ലേ ഭംഗി? സ്റ്റാൻഡേർഡ് ഇതാണെങ്കിൽ അല്ലല്ലേ? ഓക്കെ, അപ്പം അതെടുക്കാൻ വന്നാൽ നമ്മൾ നല്ല രസമുള്ള പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഓൾറെഡി നമ്മുടെ കയ്യിൽ ഉണ്ട് ഗൈസ്, അതുകൊണ്ട് നമ്മൾ നിൽക്കുന്നത്. പക്ഷെ നമുക്ക് ഒട്ടും സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പോവാണ്. ഓക്കെ. പൊതുവേ നമ്മൾ വന്നു കഴിഞ്ഞാൽ അവിടെ ഫുള്ള് നിരങ്ങിയിട്ടാണ് പോകാറ്. എല്ലാ ഏരിയയിലും പോകും. പച്ചക്കറി സ്ഥലത്തും ഐസ്ക്രീം, മീനിൻ്റെ വാങ്ങിയില്ലെങ്കിൽ അവിടേക്ക് ഒന്ന് പോയി കണ്ടാലേ നമുക്ക് സമാധാനമാവുള്ളൂ. പക്ഷെ ഇന്ന് പോയിട്ട് വേറെ പണി ഉള്ളത് കൊണ്ട് നമ്മൾ പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. വീഡിയോ എടുക്കണ്ടോ? ടീറ്റൻ്റ് നമ്മളെ നിരോധിച്ചിരിക്കുകയാണ് വീഡിയോ എടുക്കാനുള്ളത്. പക്ഷെ നമ്മൾ ഇങ്ങനെ കയറുമ്പോൾ ഇല്ല, നമ്മൾ ചായ എടുക്കണ മാത്രമേ എടുക്കുള്ളൂ. ഫുള്ള് മലയാളീസാണ് ഗൈസ്. ഇതാണ് ടീറ്റൻ്റ്. നമുക്ക് പോയിട്ട് പിന്നെ എടുക്കാട്ടോ ഗൈസ്. പലഹാരം കട്ട്ലേറ്റ്, പോയാലും ഈ മിറർ കാണുമ്പോൾ ഒന്ന് പോയി ജസ്റ്റ് ഒന്ന് വീഡിയോ അല്ലെങ്കിൽ സെൽഫി എടുക്കാണ്ട് നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ഐറ്റംസ് എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. വേറൊന്നുമല്ല, ബീഫ് കട്ട്ലേറ്റും ചിക്കൻ സമൂസയാണ് ഓർഡർ ചെയ്തിരുന്നത് കേട്ടോ. നല്ലതാണോ? ചായയും കൊള്ളാം, കുറച്ച് മധുരം കുറവാണ്. ഹോർലിക്സ് അല്ലാണോ? കട്ട്ലേറ്റ് സൂപ്പറാണ്.
കട്ട്ലേറ്റ് കഴിച്ച് സമൂസയും കൊള്ളായിരുന്നു കേട്ടോ. ചായയോടെ എല്ലാം കഴിഞ്ഞ് നമ്മളവിടെ ഒന്ന് ഇറങ്ങുകയാണ്. നേരൊന്നും കാണിക്കാൻ പറ്റില്ല, ഫോൺ അവർ ഓൾറെഡി വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, അവിടെ നിന്ന് ഇറങ്ങിട്ടോ. അപ്പോൾ നമ്മൾ പാഴ്സൽ വാങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ തിരിച്ചു പോവുകയാണ് കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ ഫാമിലീസൊക്കെ ഇവിടെ വന്നിരിക്കും കേട്ടോ. ഇവിടെ നല്ല രസമാണ്. ഇത്രയും നല്ല വിശാലമായ സ്ഥലമാണ് കേട്ടോ. ചായ കുടിച്ചൊക്കെ ഇരിക്കാം. ചേച്ചി നേരെ നടക്കണം ഗൈസ്. നമ്മളങ്ങനെ സ്ട്രീറ്റുകളിലൂടെ അങ്ങനെ പയ്യെ നടക്കുകയാണ്. ഇവിടെ ഫുള്ള് അപ്പാർട്ട്മെൻറ്റ്സ് ആണ്. അങ്ങനെ വലിയ ബിൽഡിങ്സ് ഒന്നും ഇവിടെ കാണാൻ പറ്റില്ല കേട്ടോ. നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് ഇതാണ് കേട്ടോ. അതിൻ്റെ ഓപ്പോസിറ്റുള്ള സ്ഥലമാണിത്. ഈ വീട്ടിൽ കല്യാണമാണ് ഗൈസ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം. നമുക്ക് വേണമെങ്കിൽ എത്തി നോക്കിയാലോ. കല്ല് കിട്ടും കുട്ടാ, നേരെ പോകൂ കുട്ടാ. ഞാൻ നമ്മുടെ റൂമിൽ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം കേട്ടോ. ഒത്തിരി പലഹാരം കൊണ്ടുവന്ന് തരാം. കഴിച്ചിട്ടങ്ങ് മേലെ കയറി പോവാലോ. ഇനിയും കഴിപ്പോ. അപ്പോൾ ഇതാണ് നമ്മുടെ അക്കോമഡേഷൻ. ഇനി നേരെ പോയി ഫുഡ് കഴിക്കുന്നു, കിടക്കുന്നു, അങ്ങനെയൊക്കെ. അപ്പോൾ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഗൈസ്. ഗുഡ് നൈറ്റ്, ബൈ ബൈ.